സ്ലിഹാകാലം 3-ാം ഞായർ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. മഹത്വപ്പെടുന്നതിനുള്ള സമയം. മനുഷ്യപുത്രൻ ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നത് സകല ലോകത്തിനു മുമ്പിൽ ദൈവം മഹത്വപ്പെടുന്നതിനു വേണ്ടിയാണ്. ലോകം ഏറ്റവും വെറുക്കപ്പെട്ട കുരിശുമരണത്തിലൂടെയാണ് ദൈവം ഈ മഹത്വം പ്രാവർത്തികമാക്കിയത്. അനാദി മുതൽ നിശ്ചയിക്കപ്പെട്ട ഒരു സമയം വരെ ദൈവം അതിനായി കാത്തിരുന്നു. അതുകൊണ്ടാണല്ലോ എൻ്റെ സമയം ഇനിയുമായിട്ടില്ല എന്നവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. കാനായിലെ വിവാഹനാളിലും യേശുവിനെ ബന്ധിക്കാൻ ശ്രമിച്ചപ്പോഴും ദേവാലയത്തിൽ ഭണ്ഡാരത്തിനടുത്ത് അവൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം സമയമായിട്ടില്ല എന്ന് ആവർത്തിക്കപ്പെട്ടു. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തന്നെ സ്വയം പ്രഖ്യാപിക്കുന്നു, മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. ഈ മഹത്വപ്പെടൽ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്ന പോലെയുള്ള അഴിഞ്ഞില്ലാതായി വീണ്ടും ഒരു മുളച്ചു പൊങ്ങലാണ്. പ്രകൃതിയിൽ നിത്യം കാണുന്ന പ്രതിഭാസം തന്നെയാണ് മനുഷ്യരുടെ ഉയർത്തെഴുന്നേൽപ്പും ദൈവം നിവേശിപ്പിച്ച ഉയർപ്പും മഹത്വവും. അത് യേശുവിൽ നിന്ന് ആരംഭിച്ച് രക്ഷയിലേക്ക് നയിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരുടെയെല്ലാം ഏക വഴിയായി മാറുന്നു. ഇടുങ്ങിയതെന്ന് തോന്നുമെങ്കിലും അത് ചെന്നെത്തുന്നത് വിശാലവും കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മാനവഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ അനുഭൂതി വിശേഷങ്ങളുടെ ഒരു ലോകത്തിലാണ്. യേശുവിൻ്റെ വിജ്ഞാനം മുഴുവൻ കൈപ്പിടിയിലൊതുക്കിയ ഗ്രീക്കുകാർ യേശുവിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് അവനെ തേടിയെത്തുന്ന സാഹചര്യത്തിലാണ് മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായി എന്നവൻ പ്രഖ്യാപിക്കുന്നത്. ശാപത്തിൻ്റെ അടയാളമായ കുരിശിലാണ് ഈ മഹത്വീകരണം നിറവേറ്റപ്പെടാൻ ദൈവം തിരഞ്ഞെടുക്കുന്നത്. കുരിശുമരണത്തിലൂടെ ലൗകിക വിജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കിയില്ലല്ലോ. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്നവർക്ക് അത് ദൈവത്തിൻ്റെ ശക്തിയത്രേ. യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ അഭിമാനം കൊള്ളുന്നു. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ കുരിശ് വലിയ അപമാനമാണ്, വ്യക്തിപരമായ വലിയ തിക്താനുഭവം. അതുകൊണ്ടാണ് കഴിയുമെങ്കിൽ ഇതെന്നിൽ നിന്ന് മാറിപ്പോകട്ടെ എന്നവൻ പ്രാർത്ഥിക്കുന്നത്. നന്മ മാത്രം ചെയ്തിട്ടും തിരസ്കരിക്കപ്പെടുക, ഞാൻ അവനിൽ കുറ്റമൊന്നും കാണുന്നില്ല എന്ന് ഏറ്റുപറഞ്ഞിട്ടും കുരിശിലേറ്റാൻ വിട്ടുകൊടുക്കപ്പെടുക. അറുക്കപ്പെടുന്ന നിഷ്കളങ്കമായ ഒരു കുഞ്ഞാടിൻ്റെ സ്ഥാനത്ത് മനുഷ്യപാപ പരിഹാര ബലിക്കായി അർപ്പിക്കപ്പെടാൻ ദൈവം നൽകിയ കുഞ്ഞാടാണ് യേശു. അതോടെ ഒരേ സമയം ബലി അർപ്പകനും ബലിവസ്തുവുമായി രൂപാന്തരപ്പെടുന്ന അത്ഭുതകരമായ ഒരു ദിവ്യബലിയായി ദൈവം അവനെ ഉയർത്തി. മോശ പിച്ചള സർപ്പത്തെ ഉയർത്തി നിർത്തി ഇസ്രായേൽക്കാരെ സർപ്പവിഷത്തിൽ നിന്ന് രക്ഷിച്ചതുപോലെ സർപ്പം ലോകത്തിലേക്ക് കൊണ്ടുവന്ന പാപത്തിലൂടെ മനുഷ്യാത്മാവിനെ നിത്യനാശം അടുപ്പിക്കാൻ ഇടയാക്കാതെ യേശുവിനെ ദൈവം ആകാശത്തിൽ ഉയർത്തി നിർത്തി. അവനെ നോക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. അങ്ങനെ കുരിശിൽ തറയ്ക്കപ്പെടാൻ നേതൃത്വം കൊടുത്ത ശതാധിപൻ തന്നെ കുരിശിൽ ഉയർന്നു നിൽക്കുന്ന യേശുവിനെ നോക്കി വിളിച്ചു പറഞ്ഞു, സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. കുരിശിൽ ഉയർന്നു നിൽക്കുന്ന യേശുവിൻ്റെ രൂപം വിശ്വാസ കണ്ണിലൂടെ നോക്കിക്കാണുമ്പോൾ അത് എത്ര ആകർഷണവും തേജോമയമാണ്. കുരിശ് ഇന്നും അനേകരുടെ ആവേശമാണ്. അത്രയേറെ അതിനെ അവഹേളിക്കാൻ ലോകം ശ്രമിച്ചുവോ അത്രയേറെ അത് ഉത്തേജകമായി മാറി. വീരപരാക്രമികളായ വിജയശ്രീലാളിതരായ സ്വയം ദൈവമെന്ന് പ്രഖ്യാപിച്ച ആയുധബലത്തിൽ സകലരെയും കീഴ്പ്പെടുത്തുന്ന അനേകം മഹാരഥന്മാർ യേശുവിനു മുമ്പും യേശുവിനു പിമ്പും ലോകത്തിൽ ഉദയം ചെയ്തു. പക്ഷേ കല്ലിൽ മേൽ കല്ല് ശേഷിക്കാതെ അവരെല്ലാം തകർന്ന് നാമാവശേഷമായി. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മാത്രം ഒരിക്കലും തകരാത്ത മൂലക്കല്ലായി നൂറ്റാണ്ടുകൾക്കിപ്പുറവും അജയ്യമായി നിലകൊള്ളുന്നു. മനുഷ്യഹൃദയങ്ങളെ ഹരം കൊള്ളിച്ചും വിജയശ്രാളിതയായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പ്രൗഢിയും തിളക്കവും ലൗകിക നേട്ടത്തിലല്ല. ത്യാഗം, സഹനം, വിട്ടുവീഴ്ച എല്ലാറ്റിനുപരിയായി പരസ്നേഹത്തിൽ വെളിപ്പെടുന്നു. സ്നേഹം അതുമാത്രം നിലനിൽക്കും. അതാണവൻ്റെ ആകർഷണം, അതാണവൻ്റെ വിജയമന്ത്രം. യേശുനാമമല്ലാതെ മറ്റൊരു നാമത്തിലും മനുഷ്യന് രക്ഷയില്ല. ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ഒപ്പം എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും.